എന്തുകൊണ്ടാണ് കണിക്കൊന്ന ഭഗവാൻ ശ്രീകൃഷ്ണന് ഇത്രമേൽ പ്രിയപ്പെട്ടതായത്? സ്വർണ്ണ നിറത്തിൽ കുലകുലയായി പൂത്തു നിൽക്കുന്ന ആ പൂവുകൾക്ക് പറയാൻ ഒരു വിങ്ങുന്ന കഥയുണ്ട്. സ്നേഹത്തിൻ്റെയും പരിഭവത്തിൻ്റെയും ഒടുവിൽ ഭഗവാൻ നൽകിയ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെയും കഥ. കലിയുഗത്തിലെ വൈകുണ്ഠമായ ഗുരുവായൂരിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. അന്ന് ഭക്തോത്തന്മാരായ കുറൂരമ്മയ്ക്കും വില്ലുമംഗല സ്വാമിയാർക്കും പൂന്താനത്തിനുമൊക്കെ ഉണ്ണിക്കണ്ണൻ തൻ്റെ ലീലകൾ കാട്ടിക്കൊടുക്കുമായിരുന്നു. എന്നാൽ അവരിൽ ഒന്നും പെടാത്ത, അധികം ആരും അറിയാത്ത ഒരു കൊച്ചു ബാലൻ അവിടെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞിന് കണ്ണൻ വെറും ഒരു വിഗ്രഹമായിരുന്നില്ല. കൂടെ നടക്കാനും കളിക്കാനും കുറുമ്പ് കാട്ടാനുമുള്ള തൻ്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരനായിരുന്നു. കാട്ടിലും മേട്ടിലും പാടത്തും ആ ഉണ്ണി തനിച്ചാണെന്ന് നാട്ടുകാർ കരുതിയെങ്കിലും അവൻ അദൃശ്യനായ ഉണ്ണിക്കണ്ണനോട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തു. കണ്ണൻ എൻ്റെ കൂടെയുണ്ടെന്നവൻ വിളിച്ചു പറയുമ്പോൾ ആരും അതൊന്നും വിശ്വസിച്ചില്ല. ഒരിക്കൽ ഒരു സമ്പന്നനായ ഭക്തൻ അതിമനോഹരമായ ഒരു സ്വർണ്ണമാല ഭഗവാന് സമർപ്പിച്ചു. അന്ന് വൈകുന്നേരം ആ തിളങ്ങുന്ന മാലയും അണിഞ്ഞുകൊണ്ടാണ് കണ്ണൻ തൻ്റെ ചങ്ങാതിയെ കാണാൻ ഓടിയെത്തിയത്. കണ്ണൻ്റെ കഴുത്തിലെ ആ സ്വർണ്ണമാല കണ്ടപ്പോൾ ആ കുഞ്ഞു ബാലന് അതൊന്ന് അണിയാൻ മോഹം തോന്നി. തൻ്റെ ഭക്തൻ്റെ ഉള്ളിലെ നിഷ്കളങ്കമായ ആഗ്രഹം കണ്ടറിഞ്ഞ ആ മായക്കണ്ണൻ ആ തങ്കമാല ഊരി തൻ്റെ ചങ്ങാതിക്ക് സമ്മാനമായി നൽകി. സന്ധ്യയ്ക്ക് നട തുറന്നപ്പോൾ ഭഗവാന്റെ കഴുത്തിലെ മാല കാണാനില്ല. അമ്പലത്തിൽ വലിയ ബഹളമായി. ഇതേ സമയം ആ കുഞ്ഞിൻ്റെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണ്ണമാല കണ്ട മാതാപിതാക്കൾ ഞെട്ടിപ്പോയി. ഇത് കണ്ണൻ എനിക്ക് തന്നതാ എന്ന് ആ കുഞ്ഞ് കരഞ്ഞു പറഞ്ഞിട്ടും അവർ വിശ്വസിച്ചില്ല. നീ മോഷ്ടിച്ചതല്ലേടാ എന്ന് ചോദിച്ച് നാട്ടുകാരും വീട്ടുകാരും അവനെ ശിക്ഷിക്കാനൊരുങ്ങി. നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞി ക്ഷേത്രമുറ്റത്തെത്തി. തൻ്റെ കൂട്ടുകാരനായ കണ്ണൻ എന്നെ ചതിച്ചു എന്ന് തോന്നിപ്പോയി. അവൻ ആക്രോശിച്ചു, കണ്ണാ, നീ എൻ്റെ ചങ്ങാതിയാണെങ്കിൽ ഇത് നിന്റെ സമ്മാനമാണെന്ന് ഇവരോട് പറയുമായിരുന്നില്ലേ? എനിക്ക് വേണ്ട നിന്റെ സമ്മാനം. ഇനി നിന്റെ ചങ്ങാത്തവും എനിക്ക് വേണ്ട. ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ആ കുഞ്ഞ് വായിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു അത്ഭുതം സംഭവിച്ചു. ആ സ്വർണ്ണമാല മരത്തിൽ തട്ടിയ നിമിഷം ആ മരം മുഴുവനും സ്വർണ്ണ നിറത്തിലുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു തുടങ്ങി. ആ നിമിഷം ശ്രീകോവിലിനുള്ളിൽ ഭഗവാന്റെ അശരീരി മുഴങ്ങി. ഇതെൻ്റെ പ്രിയപ്പെട്ട ഭക്തന് ഞാൻ നൽകിയ സമ്മാനമാണ്. ഈ പൂക്കൾ അലങ്കരിച്ച് എന്നെ കണി കാണുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും. ഈ പൂക്കൾ കണി കാണുന്നവർക്ക് അന്യായമായ ദുഷ്കീർത്തികൾ ഏൽക്കേണ്ടി വരില്ല. ലോകം മുഴുവൻ കൈവിട്ടപ്പോഴും തൻ്റെ ഭക്തൻ്റെ കൂടെ നിന്ന ആ മായക്കണ്ണൻ്റെ കരുണയാണ് ഓരോ മഞ്ഞപ്പൂക്കളും. അപവാദങ്ങൾക്കും കള്ളാരോപണങ്ങൾക്കും ഇരയാകുന്നവർക്കും ഈ കൊന്നപ്പൂക്കൾ ഒരു പ്രതീക്ഷയാണ്. സത്യം എന്നെങ്കിലും സ്വർണ്ണ നിറത്തിൽ പൂത്തുലയുമെന്ന പ്രതീക്ഷ. ഈ വർഷത്തെ വിഷുക്കണിയിൽ സ്വർണ്ണപ്പൂക്കൾ നമ്മെ സാക്ഷിയാക്കി പുഞ്ചിരിക്കുമ്പോൾ ആ കുഞ്ഞു ബാലൻ്റെ നിഷ്കളങ്കമായ ഭക്തി നമ്മുടെ മനസ്സിൽ നിറയട്ടെ. കണിക്കൊന്നയുടെ പിന്നിലെ ഈ മനോഹരമായ കഥ നിങ്ങളുടെ ഉള്ളിൽ ഭക്തിയും സന്തോഷവും നിറച്ചുവെങ്കിൽ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിശ്വാശംസകൾ.